ഹായ് എവ്രി വൺ, ഒരു ന്യൂ വീഡിയോയാണ്. നമ്മൾ ചാനലിൽ CMA ഇൻ്റർ ഡിസംബർ 2024 എക്സാംസ് എഴുതുന്ന സ്റ്റുഡൻസിന് വേണ്ടിയിട്ട് സ്ട്രാറ്റജി ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ സബ്ജക്റ്റ് വൈസ് എങ്ങനെ ടോപ്പിക്സ് സെലക്ട് ചെയ്തൊരു 60+ മാർക്ക് സ്കോർ ചെയ്യണം എന്നുള്ളത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ന്യൂ വീഡിയോയിൽ നമ്മൾ ഒരു ന്യൂ സബ്ജക്റ്റുമായിട്ടാണ് എത്തിയിരിക്കുന്നത്, മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്. നമ്മുടെ CMAയുടെ സിലബസിൽ സെക്കൻഡ് ഗ്രൂപ്പിൽ ലാസ്റ്റ് പേപ്പർ, അതായത് 8th പേപ്പറാണ് ശരിക്കും പറഞ്ഞാൽ മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. ഇത് കോസ്റ്റിങ്ങുമായിട്ട് സിമിലർ ആയിട്ടുള്ള ഒരു പേപ്പറാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഒരുവിധം കൺസെപ്റ്റ് ക്ലിയർ ആക്കാൻ പറ്റുന്ന ഒരു പേപ്പറാണിതെന്ന് പറയുന്നത്. ഇതിനെ സംബന്ധിച്ച് എനിക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഈ പേപ്പർ ഒരു ടൈം സേവിങ്സ് കിട്ടുന്ന ഒരു പേപ്പറാണ്. ഞാൻ അങ്ങനെ പറയാൻ കാരണം, കോസ്റ്റ് അക്കൗണ്ടിങ്ങും മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്ങും തമ്മിൽ സിമിലർ ആയിട്ടുള്ള ടോപ്പിക്സുകളുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്കതിന് കോമൺ ആയിട്ട് ഒന്ന് പഠിച്ചാൽ മതി, രണ്ടിനും കൂടി വേണ്ടിയിട്ട് ഒന്ന് പഠിച്ചാൽ മതി. അപ്പോൾ അതൊരു ടൈം സേവിങ്സ് ആണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇതൊരു ടൈം സേവിങ് ആയിട്ടുള്ളൊരു സബ്ജക്റ്റാണ് ശരിക്കും മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. പല കുട്ടികളും ഇതിന് ഭയങ്കര ഡിഫിക്കൽട്ടായിട്ട് മാറ്റി വെക്കാറുണ്ട് നോക്കാതെ. പക്ഷേ ശരിക്കും പറഞ്ഞാൽ മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് നമ്മൾ ഡീൽ ചെയ്യുന്ന വേ മാറ്റിക്കഴിഞ്ഞാൽ ഇറ്റ്സ് ഓക്കെ, നല്ല സബ്ജക്റ്റാണ്. അപ്പോൾ നമ്മുടെ സെക്കൻഡ് ഗ്രൂപ്പിലെ 4th പേപ്പറാണ് ശരിക്കും പറഞ്ഞാൽ മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ എന്തൊക്കെ ടോപ്പിക്സ് സെലക്ട് ചെയ്യണം, ഞാൻ ഓൾറെഡി എപ്പോഴും പറയുന്നതാണ്, നമ്മൾ 100% പഠിക്കാറില്ല. നമ്മൾ പഠിക്കാറില്ല എന്ന് പറയാൻ കാരണം, നമുക്കിനി ടൈം ലിമിറ്റഡ് ആയതുകൊണ്ടാണ്. നമ്മൾ മുന്നേ പ്രിപ്പറേഷൻസ് തുടങ്ങിയിരുന്നുവെങ്കിൽ അതൊക്കെ സുഖമായിട്ട് പഠിക്കാമായിരുന്നു. നമുക്കിനി കുറച്ച് ദിവസമേ ഉള്ളൂ, ഇനി ഒരു 23 ഡേയ്സേ ഉള്ളൂ. അപ്പോൾ നമുക്ക് എങ്ങനെ ടോപ്പിക്സ് തീർക്കാം. അപ്പോൾ കുറച്ച് ഫ്രണ്ട്സൊക്കെ ചോദിച്ചിരുന്നു, എടാ എങ്ങനെയാണ് ടോപ്പിക്സ് സെലക്ട് ചെയ്യുന്നത് കൂടി പറയാമോ, ആകെ കൺഫ്യൂഷനാണ്, ടൈം പോകുന്നുണ്ട്, നീ ഒന്ന് പറയാമോ എന്ന് ചോദിച്ചപ്പോഴാണ് ഞാൻ ഓരോരോ സബ്ജക്റ്റിന് ഓരോ വീഡിയോ പോസ്റ്റ് ചെയ്യാമെന്ന് കരുതിയത്. ഞാൻ ഓൾറെഡി ലോയ്ക്കും അക്കൗണ്ട്സിനും അതുപോലെ കോസ്റ്റ് അക്കൗണ്ടിങ്ങിൻ്റെയും വീഡിയോ ചാനലിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ ചെയ്യുന്നത് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്ങിൻ്റെതാണ്. നിങ്ങൾ ഈ വീഡിയോ ഫുള്ളായിട്ട് കാണുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങൾക്ക് യൂസ്ഫുൾ ആണ് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ CMA പഠിക്കുന്ന ഇൻ്റർ ഫ്രണ്ട്സിനൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, ഷെയർ ചെയ്യുക. അങ്ങനെയാണല്ലോ നമുക്ക് അവർക്ക് കൂടി ഹെൽപ്പ് ആക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്യുക. നിങ്ങളെപ്പോലെ തന്നെ ഒരു സ്റ്റുഡൻറ്റാണ് ഞാൻ, നിങ്ങളെപ്പോലെ തന്നെ ഈ തവണ അറ്റംപ്റ്റ് ചെയ്യാൻ പോകുന്നൊരു സ്റ്റുഡൻറ്റാണ് ഞാൻ. എനിക്കും 21 ഇയേഴ്സേ ആയിട്ടുള്ളൂ. ഞാൻ ഇതിന് പറയാൻ പറ്റിയ വലിയൊരാളൊന്നുമല്ല, എങ്കിൽ പോലും ഈ ഒരു ഫീൽഡിൽ കുറച്ചായിട്ട് നിൽക്കുന്നുണ്ട്. ഞാനും 2 അറ്റംപ്റ്റ് വീതം എടുത്തിട്ടുണ്ട്. അപ്പം എൻ്റെ കയ്യിൽ 3 ഇയറിലെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഉണ്ട്. അതിനെ ഡീപ്പായിട്ട് അനലൈസ് ചെയ്തിട്ടാണ് ഞാൻ ഓരോ വീഡിയോയും ചെയ്യുന്നത്. അതുകൊണ്ടാണ് കുറച്ച് ടൈം എടുക്കുന്നത് ചാനലിൽ അപ്ലോഡ് ചെയ്യാനായിട്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിത് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ ഫുള്ളായിട്ട് കാണുക. ഞാൻ കൂടുതൽ ലെങ്തി ആക്കാണ്ട് ഷോർട്ടായിട്ട് ഇടാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ എങ്കിൽ പോലും കാര്യങ്ങൾ പറയുമ്പോൾ കുറച്ച് ലെങ്തി ആയി പോകുന്നുണ്ട്. നിങ്ങൾ ഫുള്ളായിട്ട് കാണുക കേട്ടോ. ഓക്കെ, അപ്പോൾ എന്താണ് നമുക്ക് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്ങിൽ എങ്ങനെയാണ് ടോപ്പിക്സ് സെലക്ട് ചെയ്യേണ്ടത് എന്നുള്ളത് നോക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്. നമുക്കറിയാം 100 മാർക്സിനാണ് എക്സാം. നമ്മുടെ ടാർഗറ്റ് 60 മാർക്സാണ്. അപ്പോൾ ഇതിൽ പഠിക്കേണ്ട ചാപ്റ്റേഴ്സ് ഏതൊക്കെയാണെന്ന് വെച്ചാൽ, ഫസ്റ്റ് ഇൻട്രൊഡക്ഷൻ ചാപ്റ്റർ തിയറിയാണ്. മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്ങിൻ്റെ ഇൻട്രൊഡക്ഷൻ ചാപ്റ്റർ തിയറിയാണ്. എനിക്കതിൽ എടുത്ത് പറയാനുള്ളൊരു കാര്യം, എനിക്ക് ഏറ്റവും ഓർമ്മയുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, ലാസ്റ്റ് അറ്റംപ്റ്റിൽ, അതായത് ജൂൺ 2024 എക്സാംസിന് ഞാൻ മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് എഴുതാൻ പോവുകയാണ്. ഓക്കെ, എക്സാം തുടങ്ങുന്നതിന് 12:30 ആയപ്പോൾ ഞാൻ കോളേജിലെത്തി. ഞാൻ അവിടെ ഇരിക്കുകയാണ്. അപ്പോൾ ഞാൻ അന്ന് ഈ ഇൻട്രൊഡക്ഷൻ ചാപ്റ്റർ ശരിക്കും പറഞ്ഞാൽ ആ അറ്റംപ്റ്റിൽ ഞാൻ ആകെ 4 or 5 ചാപ്റ്റർ മാത്രമാണ്. നമുക്ക് ടോട്ടലായിട്ട് 10 ചാപ്റ്റേഴ്സ് ഉണ്ട് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്ങിൽ, അറിയാലോ. അതിൽ 5 ചാപ്റ്റേഴ്സ് മാത്രം ആണ് ഞാൻ മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് അന്ന് പഠിച്ചുകൊണ്ട് പോകുന്നത് എക്സാമിന്. അപ്പോൾ ഞാൻ അവിടെ എക്സാമിന് ആകെ 5 ചാപ്റ്ററേ പഠിച്ചിട്ടുള്ളൂ, ബാക്കി 5 എനിക്ക് അറിയില്ല. അപ്പോൾ അതുകൊണ്ട് 5ൽ കോൺഫിഡൻ്റ് ആണ്, ബാക്കി 5ൽ അറിയില്ല. അപ്പോൾ അതുകൊണ്ട് ഞാനിങ്ങനെ എക്സാം ഇങ്ങനെ ഇരിക്കുകയാണ്. ഞാൻ വെളിയിൽ കോളേജിൻ്റെ ഗ്രൗണ്ടിൽ ഇരുന്നപ്പോഴത്തേക്കും എനിക്കിങ്ങനെ ഫ്രണ്ട്സൊക്കെ വന്നിട്ട് ചോദിച്ചു, എടാ പഠിച്ചൊക്കെ കഴിഞ്ഞോ, എന്തായി എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഒരാൾ എന്നോട് ജസ്റ്റ് പറഞ്ഞു, എടാ നീ ഇൻട്രൊഡക്ഷൻ ചാപ്റ്റർ നോക്കിയായിരുന്നു? അപ്പോൾ ഞാൻ പറഞ്ഞു, ഇല്ല നോക്കിയില്ല, ഞാൻ വേറെ 5 ചാപ്റ്റേഴ്സാണ് നോക്കിയതെന്ന് പറഞ്ഞു. അപ്പോൾ അവൾ എന്നോട് പറഞ്ഞത്, എടാ നീ ഇൻട്രൊഡക്ഷൻ ജസ്റ്റ് ഒന്ന് റീഡ് ചെയ്തേക്ക്, കാരണം ആ ചാപ്റ്ററിൽ നിന്ന് 5 മാർക്കിന് മറ്റും വന്നാലോ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് തോന്നി ഇനി അത് വായിച്ചു കഴിഞ്ഞാൽ തീരത്തില്ല. അപ്പോൾ നമ്മൾ ആ ഇൻട്രൊഡക്ഷൻ ചാപ്റ്റർ വേണ്ടാന്ന് പറഞ്ഞ് സ്കിപ്പ് ചെയ്ത് വിട്ട ചാപ്റ്റർ, പക്ഷേ അന്ന് ആ ഇൻട്രൊഡക്ഷൻ ചാപ്റ്റർ ഞാൻ വായിച്ചിട്ടുണ്ടായിരുന്നു. ആൻഡ് അതിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടായിരുന്നു. ആ ക്വസ്റ്റ്യൻ എനിക്ക് തോന്നുന്നു 7 അല്ലെങ്കിൽ 8 മാർക്ക് ഏതോ ഒന്നായിരുന്നു, അത് മറന്നുപോയി. ആ ക്വസ്റ്റ്യൻ വന്നു, അതായത് ഡിഫറൻസ് ആണ് ചോദിച്ചത്. ഡിഫറൻസ് ബിറ്റ്വീൻ മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് ആൻഡ് സംതിങ് കോസ്റ്റ് ഓഫ് ഫിനാൻഷ്യൽ ആണെന്ന് തോന്നുന്നു. മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്ങും ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങും തമ്മിലുള്ള ഡിഫറൻസ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അത് ഫസ്റ്റ് ചാപ്റ്ററിൽ നിന്ന് എടുത്ത ക്വസ്റ്റ്യൻ ആണ്. അത് അറൗണ്ട് 7 or 8 മാർക്സിനുണ്ടായിരുന്നു. അതൊന്ന് എനിക്ക് നന്നായിട്ട് എഴുതാൻ പറ്റി. അതായത് ഓരോ പോയിൻറ്റും എനിക്ക് എഴുതാൻ പറ്റി. അപ്പോൾ എനിക്കത് ഷുവറായിരുന്നു. അതുകൊണ്ട് തന്നെ എനിക്ക് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്ങിൽ റിസൾട്ട് വന്നപ്പോഴത്തേക്കും 52 മാർക്സും ഉണ്ടായിരുന്നു.
അത് നല്ല പേപ്പറായിരുന്നു. കാരണം ഞാൻ അതിൽ 5 ചാപ്റ്റേഴ്സ് മാത്രമേ പഠിച്ചുള്ളൂ. പ്ലസ് ഈ ഇൻട്രൊഡക്ഷനിൽ ജസ്റ്റ് ഡിഫറൻസും വേറെ കുറച്ച് പോയിൻറ്റ് മാത്രമേ വായിച്ചുള്ളായിരുന്നു. പക്ഷേ എനിക്കത് അപ്രോച്ച് ചെയ്യാൻ പറ്റി. അതുകൊണ്ടാണ് ഞാൻ ഇന്ന് ഇൻട്രൊഡക്ഷൻ ഇവിടെ ഇരുന്നത്. കാരണം ഞാൻ അന്ന് അത് സ്കിപ്പ് ചെയ്തു, ശരിയാണ്. പക്ഷേ ഇന്ന് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഡീപ്പ് അനലൈസ് ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലായത് എല്ലാ അറ്റംപ്റ്റിലും അതിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ വരാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് ആ ചാപ്റ്റർ സ്കിപ്പ് ചെയ്യാണ്ടിരിക്കുക. പിന്നെ അതുപോലെ അതിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ ഡിസ്ക്രിപ്റ്റീവിൽ വരും, MCQലും ഒരു ക്വസ്റ്റ്യൻ അതിൻ്റെ അത് വരും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇൻട്രൊഡക്ഷൻ ചാപ്റ്റർ വേണം, സ്കിപ്പ് ചെയ്യരുത്. പിന്നെ സെക്കൻഡ് തിങ്, മാർജിനൽ കോസ്റ്റിംഗ്. ഞാൻ പറയട്ടെ, മാർജിനൽ കോസ്റ്റിംഗ്, സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ്, ബഡ്ജറ്റ്സ്, ഇത് മൂന്നും നമ്മൾ കോസ്റ്റ് അക്കൗണ്ടിങ്ങിലും പഠിക്കുന്നുണ്ട്. ഇത് ഡിഫറൻസ് ഒന്നുമില്ല, രണ്ടിലും സെയിം ആണ്, ഒരു ഡിഫറൻസും ഇല്ല. പിന്നെ ചെറിയ ക്വസ്റ്റ്യൻസ് 1-2 ഡിഫറൻസ് വരാറുണ്ട്. അപ്പം ആ ഡിഫറൻസ് ഉള്ളത് മാത്രം നിങ്ങൾ നോക്കിയാൽ മതി. അല്ലാതെ കോസ്റ്റിനും മാനേജ്മെൻറ്റിനും കൂടി ഒറ്റ ഇതായിട്ട് ഈ പറഞ്ഞ 3 ചാപ്റ്റേഴ്സ് ഒരുമിച്ച് പഠിച്ചാൽ മതി. അല്ല സെപ്പറേറ്റ് വീണ്ടും പഠിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ ഒരുമിച്ച് ഇതിന് വേണ്ടി എഫേർട്ട് ഇടുമ്പോൾ ഒരുമിച്ച് 2 സബ്ജക്റ്റിനും വേണ്ടി ഇടുക. പിന്നെ ഡിഫറൻസ് ഉള്ള ടോപ്പിക്സ് ജസ്റ്റ് നോക്കിയേക്കുക. ഓക്കെ. പിന്നെ അതുപോലെ തന്നെ ഡിവിഷണൽ പെർഫോമൻസ് എന്ന് പറയുന്ന ചാപ്റ്റർ അത് നോക്കുക. അത് നോക്കണം, അത് സ്കിപ്പ് ചെയ്യരുത്. പിന്നെ റെസ്പോൺസിബിലിറ്റി അക്കൗണ്ടിങ് ചെറിയ ചാപ്റ്ററാണ്. റെസ്പോൺസിബിലിറ്റി അക്കൗണ്ടിങ് കുഞ്ഞ് ചാപ്റ്ററാണ്, പെട്ടെന്ന് തീരും. അതുപോലെ തന്നെ ഡിസിഷൻ തിയറിക്കകത്ത് ശരിക്കും പറഞ്ഞാൽ ക്വസ്റ്റ്യൻ പ്ലസ് കുറച്ച് തിയറി ഉണ്ട്. അതിൽ ക്വസ്റ്റ്യൻസിൽ ഒരു 4 ക്വസ്റ്റ്യൻ ഉണ്ട്. ആ 4 ക്വസ്റ്റ്യൻ ഞാൻ നോക്കിയപ്പോഴത്തേക്കും ആ 4 ക്വസ്റ്റ്യൻ എക്സാമിന് വന്നിട്ടുള്ള ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യനാണ്. അപ്പോൾ അതുകൊണ്ട് ആ 4 ക്വസ്റ്റ്യൻ ചൂസ് ചെയ്തതാണ്. അല്ലാതെ ഡിസിഷൻ തിയറിയിൽ ഡിസിഷൻ തിയറി സ്കിപ്പ് ചെയ്ത് വിട്ട ചാപ്റ്ററാണ്. പക്ഷേ അത് ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയപ്പോഴാണ് മനസ്സിലായത് ആ 4 ക്വസ്റ്റ്യൻ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ആ 4 ക്വസ്റ്റ്യൻസ് മുമ്പ് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ കരുതി വെറുതെ ആ ഒരു ചാപ്റ്ററിന് സ്കിപ്പ് ചെയ്യേണ്ട, ആ 4 ക്വസ്റ്റ്യൻ മാത്രം, ആ ചാപ്റ്ററിൽ ആ 4 ക്വസ്റ്റ്യൻ മാത്രം പഠിക്കാം, ഒന്ന് കളയണ്ട, ജസ്റ്റ് ഇരിക്കട്ടെ, നമുക്ക് കിട്ടുന്നെങ്കിൽ എഴുതാം, ഇല്ലെങ്കിൽ വേണ്ട, അതോടെ സൈഡായിട്ട് ഇരിക്കട്ടെ എന്ന് കരുതി. പിന്നെ ABC കോസ്റ്റിംഗ്, അത് വിടരുത്, അത് സിമ്പിളാണ്, പെട്ടെന്ന് ചെയ്യാൻ പറ്റും. അതിന് സ്റ്റെപ്പ് ഉണ്ട് എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ളത്. അതായത് ഒരു 3 സ്റ്റെപ്പാണുള്ളത്. ഓക്കെ. അപ്പോൾ അത് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളത് നിങ്ങൾക്ക് ആ സ്റ്റെപ്പ് വേണമെന്നുണ്ടെങ്കിൽ എന്നോട് ചോദിച്ചാൽ മതി, ഞാനത് ഷെയർ ചെയ്യാം. അപ്പോൾ ഇത്ര മാത്രമേ ഉള്ളൂ. മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് പെട്ടെന്ന് തീരും. ഇൻട്രൊഡക്ഷൻ പെട്ടെന്ന് തീരുന്ന ചാപ്റ്ററാണ്. ഏകദേശം ഒരു 1.5 അവർ സ്പെൻഡ് ചെയ്താൽ മതി. പിന്നെ അതുപോലെ മാർജിനൽ, സ്റ്റാൻഡേർഡ്, ബഡ്ജറ്റ്സ്, കോസ്റ്റ് അക്കൗണ്ടിങ്ങിൻ്റെ ഒപ്പം നമ്മൾ പഠിച്ചാൽ മതി. അതിന് എഫേർട്സ് ഒരുമിച്ചിട്ടാൽ മതി, ഒറ്റയ്ക്ക് വേണ്ട. പിന്നെ ഡിവിഷണൽ പെർഫോമൻസ് എന്തായാലും പഠിക്കാൻ വിടരുത്, അത്യാവശ്യം വലുതാണ്. പിന്നെ റെസ്പോൺസിബിലിറ്റി അക്കൗണ്ടിങ് കുഞ്ഞു ചാപ്റ്ററാണ്, പെട്ടെന്ന് തീരും. പിന്നെ ഡിസിഷൻ തിയറിയിലെ 4 ക്വസ്റ്റ്യൻസ്, അത് ഏതൊക്കെയാണെന്ന് അറിയണമെന്നുണ്ടെങ്കിലും എനിക്ക് മെസ്സേജ് ചെയ്യുക. കാരണം ആ 4 ക്വസ്റ്റ്യൻസ് എനിക്കിപ്പോൾ ഇവിടെ പറയാൻ പറ്റില്ലല്ലോ, കുഞ്ഞു വീഡിയോ അല്ലേ. അപ്പം നിങ്ങൾക്കത് അറിയണമെന്നുണ്ടെങ്കിൽ എനിക്ക് മെസ്സേജ് ചെയ്താൽ മതി. അല്ലെങ്കിൽ ടാക്സ്മാൻ ക്രാക്കർ എന്ന് പറയുന്ന ബുക്ക് യൂസ് ചെയ്യുന്ന കുട്ടികൾക്ക് ഞാൻ ആ ഗൈഡാണ് യൂസ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് എല്ലാ വീഡിയോയിലും അത് പറയുന്നത്. എനിക്ക് ഭയങ്കര യൂസ്ഫുള്ളാണ് ആ ഗൈഡ്. ഞാൻ എല്ലാ ഇതിലും ഞാൻ ആ ഗൈഡ് പറയുന്നതിൻ്റെ മെയിൻ റീസൺ, ഞാൻ കഴിഞ്ഞ അറ്റംപ്റ്റിൽ എനിക്ക് നല്ല മാർക്ക് ഉണ്ടായിരുന്നു. അഗ്രഗേറ്റും പിന്നെ സബ്ജക്റ്റ് വൈസ് 2 മാത്രമാണ് പോയിട്ടുണ്ടായിരുന്നത്. അപ്പം എനിക്ക് അത്രയും മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റിയതിൻ്റെ വൺ ഓഫ് ദി മെയിൻ എന്നെ ഹെൽപ്പ് ചെയ്തൊരു സംഭവം എന്ന് പറയുന്നത് ഈ ടാക്സ്മാൻ ക്രാക്കർ എന്ന് പറയുന്ന ഗൈഡാണ്. ലാസ്റ്റ് അറ്റംപ്റ്റിലാണ് ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നത്. നല്ല യൂസ്ഫുള്ളാണ്. നമുക്ക് ഹെക്റ്റിക് ഫീലില്ല, കുഞ്ഞു ബുക്കുകളാണ്, പെട്ടെന്ന് പഠിച്ചും തീരും. അപ്പം നമ്മുടെ ആ ഒരു ടോപ്പിക് ഏകദേശം തീർന്നു എന്നുള്ളൊരു ഫീല് നമുക്ക് വരും. ഒരു കോൺഫിഡൻ്റ് ആയിട്ട് എക്സാമിന് പോകാനും പറ്റും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ആ ബുക്കിൻ്റെ കാര്യം പറഞ്ഞത്. ആ ബുക്കിൽ ഡിസിഷൻ തിയറി എന്ന് പറയുന്ന ചാപ്റ്ററിൽ ഒരു 6-7 ക്വസ്റ്റ്യൻ ഉണ്ട്. അതിലൊരു 4 ക്വസ്റ്റ്യനാണ് ഈ റിപ്പീറ്റഡ് ആയിട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. അതാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ അത് ഏതൊക്കെയാണെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എനിക്ക് പേഴ്സണലി മെസ്സേജ് അയച്ചാൽ മതി, നമ്പർ ഞാൻ കൊടുക്കാം. പിന്നെ ABC അനാലിസിസ്, ABC കോസ്റ്റിംഗ് നല്ല ചാപ്റ്ററാണ്, പെട്ടെന്ന് പഠിച്ചു തീർക്കാൻ പറ്റും. ജസ്റ്റ് അതിൻ്റെ സ്റ്റെപ്പെങ്കിലും അറിഞ്ഞിരിക്കുക. ഓക്കെ. അപ്പോൾ ഇത്രയേ ഉള്ളൂ, വളരെ പെട്ടെന്ന് തീരും. നമുക്ക് 1 ഡേ കൊണ്ട് എളുപ്പം പഠിച്ചു തീർക്കാൻ പറ്റുന്ന ഒരു സബ്ജക്റ്റാണ് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്. കൂടുതൽ എഫേർട്ടൊന്നും വേണ്ട, ഒരൊറ്റ ദിവസം മതി മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് പഠിച്ചു തീർക്കാൻ. ഞാൻ പറഞ്ഞ ഈ ഇത്ര ചാപ്റ്റേഴ്സ് പഠിച്ചു തീർക്കാൻ ഒരു ദിവസം ധാരാളമാണ്, സിമ്പിളായിട്ട് തീരും. ഓക്കെ. അപ്പം നിങ്ങൾക്ക് ഇതിനെപ്പറ്റി എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് എന്നെ പേഴ്സണലി കോൺടാക്റ്റ് ചെയ്യാം. ഇതാണ് എൻ്റെ നമ്പർ. ഇതിൽ നിങ്ങൾ എനിക്ക് വാട്സപ്പിൽ മെസ്സേജ് ചെയ്യുകയോ എപ്പോൾ വേണമെങ്കിലും നിങ്ങൾക്ക് മെസ്സേജ് ചെയ്യാം, നിങ്ങളുടെ ഡൗട്ട്സ് ചോദിക്കാം. നിങ്ങൾക്ക് പഠിക്കുന്നതിൽ ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. എനിക്കിപ്പോൾ എല്ലാം അറിയണം എന്നില്ല, എങ്കിൽ പോലും അറിയുന്ന കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. അറിയാത്തത് നമുക്ക് വേറൊരു ഫ്രണ്ടിനോട് ചോദിക്കാം. അങ്ങനെ ഷെയർ ചെയ്താണ് നമ്മളെപ്പോഴും പഠിക്കുക. ക്ലിയർ ചെയ്താൽ പഠിക്കുക. നമ്മളത് ചോദിക്കുമ്പോഴാണല്ലോ പഠിക്കാൻ പറ്റുക. അപ്പം അങ്ങനെ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ അത് ഓപ്പൺ ആയിട്ട് ചോദിക്കുക. പിന്നെന്താ, നിങ്ങളെപ്പോലെ തന്നെ ഒരു സ്റ്റുഡൻ്റാണ് ഞാനും ഈ അറ്റംപ്റ്റിൽ ഇൻ്റർ ബോത്ത് ഗ്രൂപ്പ് എഴുതാൻ പോകുന്നതേ ഉള്ളൂ. ഞാൻ 2 അറ്റംപ്റ്റ് എഴുതിയിട്ടുണ്ട്, എനിക്കും ക്ലിയർ ചെയ്തിട്ടില്ല. അപ്പോൾ നിങ്ങളെപ്പോലൊരു സ്റ്റുഡൻ്റാണ്, എനിക്ക്
എനിക്കും 21 ഇയേഴ്സേ ഉള്ളൂ. അപ്പോൾ ഞാൻ ഇതിൽ പറയാൻ വലിയ ആളൊന്നും അല്ലെങ്കിൽ പോലും ഈ ഫീൽഡിൽ കുറച്ചായിട്ട് നിൽക്കുന്നുണ്ട്, എക്സാംസൊക്കെ എഴുതുന്നുണ്ട്, നോർമലായിട്ട് നമ്മുടെ ഫ്രണ്ട്സിൻ്റെയൊക്കെ ഒരു ബുദ്ധിമുട്ടും സംഭവങ്ങളൊക്കെ കാണുന്നുണ്ട്, എൻ്റേതായിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതെല്ലാം കൂടി വെച്ചിട്ടാണ് ഇങ്ങനെ എല്ലാവരും ചോദിച്ചുകൊണ്ടാണ് ഞാൻ സബ്ജക്റ്റ് വൈസ് ഇപ്പോൾ ഒരു വീഡിയോ ചെയ്യുന്നത് തന്നെ. അപ്പോൾ നിങ്ങൾക്ക് എന്തുണ്ടെങ്കിലും ഓപ്പണായിട്ട് ആസ് എ ഫ്രണ്ട് നിങ്ങൾക്ക് എന്നെ എപ്പോൾ വേണമെങ്കിലും അപ്രോച്ച് ചെയ്യാം, ഞാൻ എപ്പോൾ വേണമെങ്കിലും എന്നെക്കൊണ്ട് കഴിയുന്ന ഹെൽപ്പ് ചെയ്യാം. പിന്നെ ഗൈഡിൻ്റെ കാര്യം ഞാൻ ഫോളോ ചെയ്യുന്നത് ടാക്സ്മാൻ ക്രാക്കർ എന്ന് പറയുന്ന ഗൈഡാണ്. നിങ്ങൾക്ക് നല്ല യൂസ്ഫുള്ളാണ്, ശരിക്കും നല്ല യൂസ്ഫുള്ളാണ്. ഞാൻ എല്ലാ വീഡിയോയിലും മെയിൻ പറയുന്നതിൻ്റെ റീസൺ എൻ്റെ റിസൾട്ടിലൊരു വലിയ ഇമ്പാക്റ്റ് ഉണ്ടാക്കിയത് ഈ ഗൈഡാണ്. അതുകൊണ്ടാണ് ഞാൻ എല്ലാത്തിലും ഇത് പറയുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങളത് ഇനി വാങ്ങാൻ പറ്റുന്നവർ വാങ്ങിച്ച് ഫോളോ ചെയ്യാൻ നോക്കുക. ഓക്കെ, അപ്പോൾ ഇതിൽ പ്രത്യേകിച്ച് ഒന്നും സ്കിപ്പ് ചെയ്യരുത്. ഇപ്പോൾ പറഞ്ഞ ഈ 8 ചാപ്റ്റേഴ്സ് നോക്കുക. അതിൽ ഡിസിഷൻ തിയറി 4 ക്വസ്റ്റ്യൻ മാത്രം നോക്കിയാൽ മതി. അതുപോലെ റെസ്പോൺസിബിലിറ്റി അക്കൗണ്ടിങ് അത്യാവശ്യം ചെറുതാണ്, പെട്ടെന്ന് തീരും. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. ഈ പിന്നെ ABC കോസ്റ്റിങ്ങിൽ സ്റ്റെപ്പ് പഠിച്ചാൽ പെട്ടെന്ന് തീരും, ഇൻട്രൊഡക്ഷൻ പെട്ടെന്ന് തീരും. പിന്നെ അത്യാവശ്യം വലുതെന്ന് പറയാനുള്ളത് മാർജിനലും സ്റ്റാൻഡേർഡും ബഡ്ജറ്റ്സും ഡിവിഷണൽ പെർഫോമൻസുമാണ്. അത് നമ്മൾ കുറച്ച് സമയം അതിൽ കൊടുത്താൽ മാത്രം മതി, പെട്ടെന്ന് തീരും. കൺസെപ്റ്റ് ക്ലിയർ ആക്കിയാൽ മാത്രം മതി. അത്യാവശ്യം ഓക്കെ ആയിട്ടുള്ളൊരു പേപ്പറാണ്, വലിയ ഡിഫിക്കൽട്ടൊന്നുമില്ല. മിക്ക പിള്ളേരും മാറ്റി വെക്കുന്ന കണ്ടിട്ടുണ്ട്, അതിൻ്റെ ആവശ്യമില്ല. ശരിക്കും സിമ്പിളാണ് ഈ പേപ്പർ. 1 day എനഫാണ് ഇത് പഠിക്കാനായിട്ട്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. എല്ലാവരും നന്നായിട്ട് പഠിക്കുക, 12 hours പഠിക്കുക. ഞാൻ സ്ട്രാറ്റജി ഓൾറെഡി ഇതിൽ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ കാണാത്തവരുണ്ടെങ്കിൽ പോയി കാണുക. അപ്പോൾ അത് നിങ്ങൾ കറക്റ്റായിട്ട് ഫോളോ ചെയ്യുക. 12 hours പഠിക്കുക, നിങ്ങൾ ഡിസ്ട്രാക്ഷൻസ് മാറ്റുക, ഫോക്കസ് ചെയ്യുക, കോൺസെൻട്രേഷൻ കൂട്ടുക. ഇപ്പം ഞാൻ പലരിലും കണ്ടിട്ടുള്ള, ഞാൻ ഇതിപ്പോൾ ഈ വീഡിയോ കൂടി പറയുന്നതാണ്, പലരിലും കണ്ടിട്ടുള്ളൊരു കാര്യമാണ്. ചിലർ ഡേ ടൈമിൽ പഠിക്കുന്നവരായിരിക്കും, ചിലർ നൈറ്റ് ടൈമിൽ പഠിക്കുന്നവരായിരിക്കും. പക്ഷേ ഞാൻ ചിലരിൽ കണ്ടിട്ടുള്ളത് അവർക്ക് ഒരു മാക്സിമം പോയാലൊരു 30 minutes അല്ലെങ്കിൽ 40 minutes മാത്രമേ കോൺസെൻട്രേഷൻ കിട്ടൂ. അത് കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് പറ്റാതെ ഇങ്ങനെ എഫക്റ്റീവ് ആവാണ്ട് ഇങ്ങനെ പിടിച്ച് നിൽക്കും. അതിൻ്റെ ആവശ്യമില്ല. നിങ്ങൾക്ക് എത്ര ടൈമാണോ മാക്സിമം എഫക്റ്റീവായിട്ട് ഇരിക്കാൻ പറ്റുന്നത് ആ സമയം ഇരുന്നാൽ മതി. 30 minutes എങ്കിൽ 30 minutes. അത് കഴിഞ്ഞ് ജസ്റ്റ് ഒരു ബ്രേക്ക് എടുത്ത് അപ്പോഴേ വന്നിരിക്കുക. ജസ്റ്റ് ബ്രേക്ക് എന്ന് പറഞ്ഞാൽ 5 to 10 minutes ബ്രേക്ക് എടുത്ത് അപ്പോഴേ വന്ന് ഇരിക്കുക എന്നുള്ളതാണ്. ചിലർക്ക് 2 hours 1 hour, ചിലർക്ക് 3-4 hours ഒക്കെ ഒരേ സിറ്റിൽ ഇരിക്കാൻ പറ്റുന്നവരുണ്ട്. പക്ഷെ എന്നെ സംബന്ധിച്ച് എനിക്ക് മാക്സിമം ഒരു 1 അല്ലെങ്കിൽ ഒരു 1.5 hour, മാക്സിമം പോയ 1.5 hour, അത്രയും ബുദ്ധിമുട്ടാണ് ഇരിക്കുന്നത്. അപ്പം ഞാനത് കഴിഞ്ഞ് എണീറ്റ് പിന്നെ ഒരു ബ്രേക്ക് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഇരിക്കത്തുള്ളൂ. അപ്പോൾ അതേപോലെ ബുദ്ധിമുട്ട് അങ്ങനെയുള്ളവർ, നമുക്ക് സ്മാർട്ട് സ്റ്റഡിയാണ് വേണ്ടത്. നമുക്കിങ്ങനെ ഭയങ്കര ബുദ്ധിമുട്ടിയിരിക്കുന്ന ഫീലല്ല. അപ്പോൾ നമ്മളത് നോക്കിയിട്ട് നിങ്ങളുടെ കംഫർട്ടിനനുസരിച്ച് ടൈം കൺസ്ട്രെയിൻസ് സെറ്റ് ചെയ്തതിന് ശേഷം വേണം നിങ്ങളത് പഠിക്കാനായിട്ട്. എങ്കിൽ മാത്രമേ നമ്മൾ ഉദ്ദേശിക്കുന്ന ടൈമിനുള്ളിൽ തീരത്തുള്ളൂ. ഒരു പ്രോപ്പർ അറേഞ്ച്മെൻറ്റൊക്കെ കൊണ്ടുവരിക. പിന്നെ ഞാൻ പറയുന്ന ചാപ്റ്റേഴ്സ് മാക്സിമം നിങ്ങൾക്ക് 60+ മാർക്ക് സ്കോർ ചെയ്യുന്നതിനുള്ള ടിപ്സാണ് ഞാൻ പറയുന്നത്. അപ്പോൾ നമ്മൾ 80% കവർ ചെയ്യുന്നത്. അപ്പം നമുക്ക് 60 മാർക്സ് ഷുവറായിട്ട് കിട്ടണം. അപ്പോൾ അതിനുള്ള ടോപ്പിക്സാണ് ഞാൻ പറയുന്നത്, ഡീപ്പായിട്ട് അനലൈസ് ചെയ്തിട്ടാണ് പറയുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് ഫോളോ ചെയ്യുക. ഇതിപ്പോൾ ഞാൻ സെലക്ട് ചെയ്തിടുന്ന ടോപ്പിക്സാണ്, സെലക്ട് ചെയ്തിട്ടാണ് ഇതിടുന്നത്. ഇതിനകത്ത് നിങ്ങൾ വീണ്ടും സെലക്ഷൻ ചെയ്യാതിരിക്കുക, പറയുന്നത് ഫുൾ അതേപോലെ അങ്ങ് നോക്കുക കേട്ടോ. പിന്നെ എന്തെങ്കിലും നിങ്ങൾക്ക് ഇപ്പം 2 മെത്തേഡ്സൊക്കെ ഫോളോ ചെയ്യാൻ പറ്റും. ലോയിലൊക്കെ നമുക്ക് 2 മെത്തേഡ്സ് ഞാൻ പറഞ്ഞു, 2 രീതിക്ക് പഠിക്കുന്നതിന് വേണ്ടിയിട്ട്. അപ്പോൾ അതിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഒന്ന് ഫോളോ ചെയ്യാനൊക്കെ പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഇടാൻ പറ്റുന്ന സബ്ജക്ട്സിന് അങ്ങനെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് നിങ്ങൾ നോക്കുക എങ്ങനെയാണെന്നുള്ളത്. നിങ്ങൾക്ക് കൺവീനിയൻസിനനുസരിച്ച് പഠിക്കുക, ഒന്നും സ്കിപ്പ് ചെയ്യാതിരിക്കുക, നന്നായിട്ട് പഠിക്കുക, കോൺഫിഡൻസ് വിടരുത്, ഹോപ്പ് വിടരുത്. ഈ അറ്റംപ്റ്റ് നമ്മളെല്ലാവരും ഒരുമിച്ച് ക്ലിയർ ചെയ്യും. എല്ലാവരും നന്നായിട്ട് പഠിക്കുക. ഓൾ ദ ബെസ്റ്റ്.